ഹായ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ക്രെഡിന് ഫൈനലി പേയ്മെന്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കിട്ടുകയാണ്. ഒരുപാട് നാളത്തെ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അത് കിട്ടുന്നത്. കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇപ്പോൾ പേയ്മെന്റ് അഗ്രിഗേറ്റർ എന്ന് വെച്ചാൽ മെർച്ചൻസിന് ഓൺ ബിഹാഫ് ആയിട്ട് പേയ്മെന്റ് റിസീവ് ചെയ്യാനും നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും ഉള്ള ലൈസൻസ് ആണ് പേയ്മെന്റ് അഗ്രിഗേറ്റർ ലൈസൻസ്. ഇപ്പോൾ റേസർ പേയ്ക്കും ഫോൺ പേയ്ക്കും പേടിഎമ്മിനൊക്കെ ഓൾറെഡി ഉള്ള ഒരു ലൈസൻസ് ആയിരുന്നു. അത് ഫൈനലി ക്രെഡിനും കിട്ടി. സോ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ക്രെഡിന് ഇനി മെർച്ചൻസിനൊക്കെ ഓൺ ബോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പേടിഎം ഫോൺ പേയുടെ ഒക്കെ സൗണ്ട് ബോക്സ് ഇരിക്കാറില്ല, അതുപോലെ ക്രെഡിനും അവരുടെ QR വെച്ചിട്ട് മെർച്ചൻസിന് ഓൺ ബോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇപ്പോൾ വളരെ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ് ക്രെഡ്. ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ബിൽസും ക്യാഷ് ബാക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരുപാട് ബേൺ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ പേയ്മെന്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കിട്ടുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും, സർവീസസ് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. ഓൾറെഡി അവരുടെ IRDAയുടെയും ലൈസൻസ് ഒക്കെ ഉണ്ട്. അവരുടെ ഗറാജ് എന്ന് പറഞ്ഞ ഫീച്ചർ ഒക്കെ ഉണ്ടല്ലോ, ക്രെഡ് ഗറാജ്, നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് വാങ്ങിക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസും ആ ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അവരുടെ ആ ഒരു കംപ്ലീറ്റ് ഈക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വളരെ എസെൻഷ്യൽ ആയിരുന്നു പേയ്മെന്റ് അഗ്രിഗേറ്റർ ലൈസൻസ്. ആൻഡ് അതിപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ക്രെഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, ലിങ്ക്ഡിനിൽ അവൈലബിൾ ആണ്. ക്രെഡ് എന്താണ്, ക്രെഡ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, എങ്ങനെ അതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. സോ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഫോർ ദാറ്റ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ന്യൂസ് ഇസ് അബൌട്ട് എ സ്റ്റാർട്ടപ്പ് ഫ്രം കേരള. ജെൻ റോബോട്ടിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞ വലിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് നമ്മുടെ മാൻ ഹോൾസ് ഒക്കെ ഉണ്ടല്ലോ, സീവേജ് കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തിലേക്കുള്ള, അതിലോട്ടൊക്കെ നോർമലി ഇപ്പോൾ മനുഷ്യരിറങ്ങി ആണ് അഴുക്കും വേസ്റ്റും ഒക്കെ വാരി അത് ക്ലീൻ ചെയ്യുന്നത്. പല ലേബറേഴ്സിന്റെയും അല്ലെങ്കിൽ അങ്ങനത്തെ വർക്കേഴ്സിന്റെയും മരണത്തിന് വരെ അത് കാരണമായിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി റിസ്കി അല്ലെങ്കിൽ അൺഹെൽത്തി ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ജെൻ റോബോട്ടിക്സ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു സൊല്യൂഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു റോബോട്ടിനെ താഴോട്ട് ഇറക്കിയിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് ഒരുപാട് ഗവൺമെന്റ്സിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൽ ഇപ്പോൾ അവര് ആ റോബോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൻ സിംഗപ്പൂറിന്റെ അറ്റൻഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സിംഗപ്പൂർ ഒരു 80 ക്രോർസിന്റെ ഡീല് ജെൻ റോബോട്ടിക്സിന് കൊടുത്തിട്ടുണ്ട്, സോ ദാറ്റ് അവരുടെ സ്യൂബേഴ്സും ഡ്രെയിനേജ് സിസ്റ്റം കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കാനായിട്ട്. ആൻഡ് ഒരുപാട് പ്രൈസുകൾ വരുന്നുണ്ട് അവർക്ക് പലയിടത്തു നിന്നായിട്ട്. ഇപ്പോൾ റീസെന്റ് ആനന്ദ് മഹീന്ദ്ര വരെ പബ്ലിക്കലി പറഞ്ഞു ഇന്നോവേഷൻ വിത്ത് പർപ്പസ് ആണ് ജെൻ റോബോട്ടിക്സ് എന്ന്. സോ കേരളത്തിന് അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കുഡോസ് ടു ദ എൻറ്റയർ ജെൻ റോബോട്ടിക്സ് ടീം. നമ്മൾ മിക്കപ്പോഴും ഗ്ലോബൽ ഇന്ത്യൻ CEOസിന് ലിസ്റ്റ് എടുക്കുമ്പോൾ 4-5 പേര് ടോപ്പായിട്ട് വരാറുണ്ട്. ഒന്ന് സത്യ നടേല, മൈക്രോസോഫ്റ്റിന്റെ, ഗൂഗിൾ പിച്ചെ. അതുപോലെ വരുന്നൊരു പേരായിരുന്നു ശാന്തനു നാരായൺ, അഡോബിയുടെ CEO. ആൻഡ് ഫൈനലി പുള്ളി റിസൈൻ ചെയ്യാണ് ഫ്രം അഡോബി ആഫ്റ്റർ 18 ഇയേഴ്സ്. ഹൈദരാബാദിൽ ജനിച്ച് UC ബെർക്ലിയിൽ നിന്നും ഡിഗ്രീസ് ഒക്കെ എടുത്ത് അഡോബിയിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണ് അദ്ദേഹം. ഫൈനലി CEO ആയി. അഡോബിയുടെ വലിയൊരു ട്രാൻസ്ഫോർമേഷനും ആ ഒരു ഗ്രോത്തിന്റെ മെയിൻ ആങ്കർ അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ആയിരുന്നു ശാന്തനു നാരായണന്റെ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ സ്റ്റിൽ ഇപ്പോഴും അദ്ദേഹം ഉണ്ടാവും അൺടിൽ സക്സസർ ഇസ് അപ്പോയിന്റഡ്. സക്സഷൻ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് പുള്ളിയുടെ ലീഡർഷിപ്പിലാണ് അഡോബി ഇത്രയും ട്രാൻസ്ഫോർമേഷനും ഇത്രയും ഗ്രോത്തും അച്ചീവ് ചെയ്തത്. സോ ഇനി ഗ്ലോബൽ ഇന്ത്യൻ CEOസിന്റെ ലിസ്റ്റിൽ ആ ഒരു പേരിനി ഉണ്ടാവില്ല. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹൈ പെർഫോമൻസ് ഡ്രിവൺ AI ഡേറ്റാ സെന്റർ കമ്പനിയാണ് സുൽസ്റ്റൈസ് ഡേറ്റ. ദുബായ് ബേസ്ഡ് ആണ് ആ ഒരു കമ്പനി. ആ ഒരു കമ്പനി ഇപ്പോൾ കേരളത്തിൽ 52,000 ക്രോർസിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനിരിക്കുകയാണ്. കണ്ണൂരുള്ള കിൻഫ്ര പാർക്കിലാണ് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഡേറ്റാ സെന്റർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഏരിയ അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. MOU ഓൾറെഡി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബിറ്റ്വീൻ കിൻഫ്ര ആൻഡ് സോൾസ്റ്റീസ് ഡേറ്റ, ആസ് വെൽ ആസ് കിൻഫ്ര പാർക്കിൽ ഓൾമോസ്റ്റ് 100 acres ഓഫ് ലാൻഡ് ആണ് ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. ഓവറോൾ ഇന്ത്യയിൽ ഒരുപാട് ഡേറ്റാ സെന്റേഴ്സ് ഇങ്ങനെ സെറ്റപ്പ് ആവുന്നുണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നു ഹൈദരാബാദ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സ്ഥലങ്ങളിലാണ് കൂടുതലും വരുന്നത്. സോ കേരളത്തിനും ഇതുപോലെ ഒരെണ്ണം അത്യാവശ്യമായിരുന്നു. ആൻഡ് ഇറ്റ് ഇസ് കമ്മിങ് ഫൈനലി ടു കേരള. ബട്ട് AI ഡേറ്റാ സെന്റേഴ്സിന് ഇഷ്യൂ ഉണ്ട്. നമ്മൾ പോസിറ്റീവ് നോക്കുമ്പോൾ നെഗറ്റീവ് നോക്കണം. AI ഡേറ്റാ സെന്റേഴ്സ് കൂൾ ചെയ്യാനായിട്ട് ഒരുപാട് വെള്ളം ആവശ്യം വരും. ആൻഡ് അതിന് എനർജിയും ഒരുപാട് ആവശ്യം വരുന്നതാണ്. സോ ഇത് എങ്ങനെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുക എന്നറിയില്ല. സസ്റ്റൈനബിളി അല്ലെങ്കിൽ എക്കണോമിക്കലി ചെയ്യുന്നെങ്കിൽ ഓവറോൾ ആ ഏരിയക്ക് ഗ്രോത്തും ഉണ്ടാവും, ആസ് വെൽ ആസ് ഇതുപോലെ ഇനിയും ഇൻവെസ്റ്റ്മെന്റ്സ് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനി 1-2 ഇൻവെസ്റ്റ്മെന്റ് ന്യൂസ് നമുക്ക് ഓടിച്ചു നോക്കാം. നമ്പർ 1 സ്വിഷ്. ബാംഗ്ലൂരു ബേസ് സ്റ്റാർട്ടപ്പാണ് സ്വിഷ്. ഇപ്പോൾ നമുക്ക് ക്വിക്ക് കോമേഴ്സിൽ 10 minutes ഡെലിവറി ഉണ്ടാവാറുണ്ടല്ലോ, ഗ്രോസറീസ്. അതുപോലെ ഫുഡ് ഡെലിവറി ഇൻ 10 minutes ആണ് സ്വിഷ് മുന്നോട്ട് വയ്ക്കുന്നത്. ആൻഡ് ബാംഗ്ലൂരിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കൊരു 356 crores അവർ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ റേസ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ന്യൂസ് ഇസ് ഫ്രം സർവം AI. സർവം AI പറ്റി നമ്മൾ നേരത്തെ AI സമ്മിറ്റിന്റെ ആ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സർവം AIക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 billion
ഡോളേഴ്സിന്റെ വാല്യുവേഷനിൽ എൻവിഡിയയും HCL ടെക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ന്യൂസ് കൺഫേം ആയതെന്ന് എനിക്കറിയില്ല. RCB IPL ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള ടീമാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. RCB ഇനി ആദിത്യ ബിർള വാങ്ങിക്കാൻ പോകുന്നു എന്ന ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 16,000 crores-നാണ് ആദിത്യ ബിർള RCB വാങ്ങിക്കുന്നത് എന്നാണ് ന്യൂസ്. പിന്നീട് രാജസ്ഥാൻ റോയൽസ് ഇതുപോലെ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഫൗണ്ടർ വാങ്ങിക്കുന്നു എന്ന ന്യൂസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് എപ്പിസോഡ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിവേസ് ഡ്രോപ്പ് ഡൗൺ യുവർ കോമന്റ്സ്. എന്തെങ്കിലും കൂടുതൽ ന്യൂസ് അല്ലെങ്കിൽ ഞാൻ മിസ്സായി പോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമന്റ്സിൽ ഇടുകയാണെങ്കിൽ മേ ബി നെക്സ്റ്റ് എപ്പിസോഡിൽ ആ ന്യൂസുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.